Welcome to RK's Stories. കാന്താരിക്കൊരു കല്യാണം ഭാഗം 3. നിശ്ചയത്തിന്റെ തലയാഴ്ചയിലെ വെള്ളിയാഴ്ച ദിവസം ഉച്ചയ്ക്ക് ലിഷർ ടൈമിൽ കോളേജിലെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോഴാണ് സൂര്യന്റെ മൊബൈൽ ശബ്ദിച്ചത്. ഇതാരാ സാറേ ഈ കാളി? മേശപ്പുറത്തിരുന്ന മൊബൈലിന്റെ സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ട് തൊട്ടടുത്തിരിക്കുകയായിരുന്ന ജോസഫ് സാർ ചോദിച്ചു. ഇതാ എന്റെ ഫിയാൻസെ. ഫോൺ എടുക്കുന്നതിനിടയിൽ ചിരിച്ചുകൊണ്ട് സൂര്യൻ മറുപടി പറഞ്ഞു. അവർക്കെതിരെ ഇരിക്കുകയായിരുന്ന പ്രൊഫസർ നസീമ അത് കേട്ട് തൊട്ടടുത്തിരുന്ന നിഷയെ നോക്കി. ഫോണുമായി പുറത്തേക്ക് നടന്ന സൂര്യനെ നോക്കിയ നിഷയുടെ ചുണ്ടുകളിൽ വിഷാദം നിറഞ്ഞ ഒരു ചിരി വിടർന്നു. കണ്ടില്ലേ, മിണ്ടാപ്പൂച്ചയെ പോലെ ഇരുന്ന ആളാ ഇപ്പതേ കെട്ടാൻ പോകുന്ന പെൺകൊച്ചിന് സ്വീറ്റ് നെയിം വരെ ഇട്ട് കഴിഞ്ഞു. എന്താ സാറേ ഇത്, നിഷ ഇരിക്കുന്നത് കണ്ടില്ലേ? ജോസഫ് സാർ പറഞ്ഞത് കേട്ട് വിഷാദത്തോടെ തലകുനിച്ച നിഷയെ കണ്ട് ജോസഫ് സാറിന്റെ അടുത്തിരിക്കുകയായിരുന്ന പാർവതി പുള്ളിക്കാരനെ കുറ്റപ്പെടുത്തി. ഓ സോറി, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല. കുറ്റബോധം നിറഞ്ഞ മുഖത്തോടെ ജോസഫ് സാർ പാർവതിയോട് പറഞ്ഞു. നിഷയ്ക്ക് സൂര്യനോട് ചെറിയൊരു ഇഷ്ടമുണ്ടായിരുന്ന കാര്യം ഡിപ്പാർട്ട്മെന്റിലെ പരസ്യമായ രഹസ്യമാണ്. പക്ഷേ വിവാഹ ജീവിതത്തോട് സൂര്യനുള്ള താല്പര്യമില്ലായ്മ അറിയാമായിരുന്ന നിഷ തന്റെ ഉള്ളിൽ തോന്നിയ അടുപ്പം അവനോട് വെളിപ്പെടുത്താതെ ഇരിക്കുകയായിരുന്നു. നസീമ പലപ്പോഴും ആ കാര്യം തുറന്നു പറയുവാൻ അവളെ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിലും പിന്നീടാകട്ടെ എന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു അവൾ ചെയ്തിരുന്നത്. എന്നാൽ പെട്ടെന്നാണ് ഒരു ദിവസം തന്റെ വിവാഹം നിശ്ചയിച്ച കാര്യം അവൻ ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞത്. കാര്യങ്ങൾ അവനോട് തുറന്നു പറയാതിരുന്നത് കൊണ്ടല്ലേ ഇപ്പോൾ മാറി നിൽക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും കുറ്റപ്പെടുത്തുകൂടി ചെയ്തതോടെ നിഷ കുറച്ചു ദിവസങ്ങളായി ചെറിയൊരു മാനസിക വിഷമത്തിലായിരുന്നു. ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തെ വരാന്തയിലേക്ക് ഇറങ്ങിയ അവൻ ഫോൺ ചെവിയിലേക്ക് ചേർത്തു. ഹായ് ലുട്ടാ. ഫോണിൽ കൂടി അവളുടെ വിളി കേട്ട സൂര്യ ചിരിച്ചു. യെസ് കാളി, പറയൂ. അതെ, നാളെ വൈകുന്നേരം എന്താ പരിപാടി? നാളെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്താ കാര്യം? എന്നാ നാളെ വൈകുന്നേരം നമുക്കൊന്ന് കാണാൻ പറ്റുമോ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു, അതാ. വൈ നോട്ട്? താനിപ്പോ എവിടെയാ ഉള്ളത്? ഇപ്പൊ ബാംഗ്ലൂരാണ്. ഇന്ന് വൈകുന്നേരം ഞാൻ നാട്ടിലേക്ക് വണ്ടി കയറും. അടുത്ത ആഴ്ച വർക്ക് ഫ്രം ഹോം എടുത്തിരിക്കുകയാണേ. നിശ്ചയത്തിന് വേണ്ടിയുള്ള കുറച്ച് ഡ്രസ്സുകളും മറ്റുമൊക്കെ എടുക്കാനുണ്ട്. ഓക്കെ, എങ്കിൽ നാളെ കാണാം. എവിടെ വെച്ച് കാണും? കഫേ 17-ലായാലോ? ഓക്കെ ഡൺ. അപ്പൊ നാളെ വൈകുന്നേരം ഒരു 5:30 അവിടെ എത്താൻ ഞാൻ. ശരി. പിന്നെ ചുള്ളൻ ലെക്ചറിന് കെട്ടാൻ പോകുന്ന കാര്യം പറഞ്ഞ് പഠിപ്പിക്കുന്ന പെൺപിള്ളേരൊരു കരഞ്ഞില്ലേ? ആ, ചിലരൊക്കെ ചെറുതായി കരയുന്നുണ്ട്. അപ്പോ ഉറപ്പായി. എന്നാ ശരി മാഷെ, നാളെ കാണാം. അപ്പുറത്ത് കോൾ കട്ടാകുന്ന ശബ്ദം കേട്ട സൂര്യ മൊബൈൽ തിരികെ പോക്കറ്റിലേക്ക് വെച്ചു. പിറ്റേ ദിവസം വൈകുന്നേരം കഫേ 17 മുന്നിൽ കാറ് പാർക്ക് ചെയ്ത ശേഷം ഡോർ തുറന്ന് അകത്തേക്ക് കയറിയ ദാമി ചുറ്റിനുമൊന്ന് കണ്ണോടിച്ചു. വലതുവശത്തെ കോർണറിലിട്ടിരുന്ന ടേബിളിന് മുന്നിൽ ഇരിക്കുകയായിരുന്ന സൂര്യ അവളെ കണ്ട് കൈ ഉയർത്തി. ഹായ്, എത്തിയിട്ട് കുറെ നേരമായോ? അവനെതിരെയുള്ള ചെയറിലേക്ക് ഇരുന്നു കൊണ്ട് ദാമി ചോദിച്ചു. ഏയ് ഇല്ല, ജസ്റ്റ് 5 മിനിറ്റ്സ്. ബാംഗ്ലൂരിൽ നിന്ന് എപ്പോ എത്തി? കാലത്തെ 10 മണിയായി എത്തിയപ്പോ. വീട്ടിൽ ചെന്ന് ബാഗ് വെച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഇറങ്ങിയതാ. കുറച്ച് പർച്ചേസ് ഉണ്ടായിരുന്നു. ഓ അത് ശരി. കഴിക്കാനെന്താ വേണ്ടത്? മുന്നിലിരുന്ന മെനു കാർഡ് അവൾക്ക് നേരെ നീട്ടിയിട്ട് അവൻ ചോദിച്ചു. കഴിക്കാനൊന്നും വേണ്ട, എന്തെങ്കിലും ഷേക്ക് ഓർഡർ ചെയ്താൽ മതി. എങ്കിൽ അവക്കാഡോ ഷേക്ക് മതിയോ? ഓർഡർ കൊടുത്ത ശേഷം അവൻ ചോദിച്ചു. എന്തിനാ കാണണമെന്ന് പറഞ്ഞത്? ആക്ച്വലി 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, വിവാഹത്തിന് ഞാൻ സമ്മതിച്ച കാര്യം ഞാനോട്ടെന്നെ തീരെ വിശ്വാസമായിട്ടില്ല. എന്തോ തരികിട ഒപ്പിക്കാനല്ലേടി ചേച്ചി നീ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നാ അവൻ ചോദിച്ചത്. പിന്നെ രണ്ടാമത്തെ കാര്യം, വിവാഹം കഴിഞ്ഞാല് ബാംഗ്ലൂരിലെ ജോലി ഞാൻ രാജിവെച്ച് ഇവിടെ ജോലി നോക്കണമെന്നാ അച്ഛനും അമ്മയും പറയുന്നത്. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോ ലുട്ടയുടെ അമ്മയും അത് സൂചിപ്പിച്ചത്രേ. ഞാൻ വിവാഹത്തിന് സമ്മതിച്ചാലേ വീട്ടിൽ നിലയ്ക്ക് സംശയമുണ്ട്. അവളും ഇതേ കാര്യം തന്നെ എന്നോട് ചോദിച്ചു. ചേട്ടാ, ഈ പിള്ളേരൊക്കെ ഇങ്ങനെ തുടങ്ങിയ നമ്മ പാപത്തങ്ങൾ എന്ത് ചെയ്യൂല്ലേ?
ടേബിളിലേക്ക് എത്തിയ അവക്കാഡോ മിൽക്ക് ഷേക്കുകളിൽ ഒരെണ്ണം അവന് മുന്നിലേക്ക് നീക്കി വെച്ചുകൊണ്ടാണ് ദാമി അത് ചോദിച്ചത്. നീലക്കുട്ടി തന്നെ പോലെ തന്നെയാ, ഒരു സമയത്തും വായടച്ചു വെക്കില്ല. ദാമി ചിരിച്ചു. അത് പിന്നെ എല്ലാ വീട്ടിലും എന്നെ പോലെ ഒരു അലവലാതി ഉണ്ടാവില്ലേ? ഉവ്വ. ആ പിന്നെ ജോലിക്കാര്യം ഓർത്ത് താൻ ടെൻഷൻ അടിക്കണ്ട, അത് ഞാൻ സംസാരിച്ചോളാം. ഇനി കൂടുതൽ നിർബന്ധിക്കുകയാണെങ്കിൽ തന്റെ കമ്പനി ഇവിടെ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നുണ്ടല്ലോ, അപ്പോൾ ഇങ്ങോട്ട് മാറാമെന്നാണ് നമ്മൾ തമ്മിൽ സംസാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മാത്രം മതി. ദാറ്റ്സ് ഫൈൻ. അവക്കാഡോ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു, പഠിച്ചുകൊണ്ടിരുന്നപ്പോ തനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നില്ലേ, ഒരു നവീൻ, ആ റിലേഷൻ എന്തു പറ്റി? സൂര്യ ചോദിച്ചത് കേട്ട് അവൾ അത്ഭുതത്തോടെ അവനെ നോക്കി. താൻ ആള് തിരക്കേടില്ലല്ലോ, സകല വിവരങ്ങളും അറിയാം അല്ലേ? പഠിത്തം കഴിഞ്ഞിട്ടും ഞങ്ങളുടെ റിലേഷൻ തുടർന്നിരുന്നതാ. പക്ഷെ കല്യാണക്കാര്യം വന്നപ്പോഴേ ആ തെണ്ടി കാലുമാറിന്ന്. എന്നാലും അവന്റെ കരണക്കുറ്റി നോക്കി നല്ലൊരു സമ്മാനം കൊടുത്തിട്ടാ ഞാൻ അവനെ യാത്രയാക്കിയത്. ഈ വിവാഹം വേണ്ടെന്ന് വെക്കാൻ അതും ഒരു കാരണമായോ? അങ്ങനെ പറയാൻ പറ്റില്ലട്ടോ. പിന്നൊരു കാര്യം കൂടിയുണ്ട്. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു രശ്മി, അവൾ ഇതുപോലെ പ്രേമിച്ച് കെട്ടിയതാ. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴാ ചെറുക്കന്റെ തനി സ്വഭാവം മനസ്സിലായത്. വേറൊന്നുമില്ല, കാശ് വെച്ച് ചീട്ടുകളി. അവളുടെ സ്വർണം ഉണ്ടായിരുന്നതെല്ലാം വിറ്റ് തൊലച്ചു. അവസാനം രണ്ട് പാത്രമായി. ആ കഥ കൂടി അറിഞ്ഞതോടെ എനിക്ക് പൂർണ്ണ തൃപ്തിയായി. സത്യം പറഞ്ഞ അതോടെയാ ഞാൻ വിവാഹം വേണ്ടെന്ന് വെച്ചത്. നമുക്ക് നമ്മുടെ കാര്യം നോക്കി സന്തോഷത്തോടെ ജീവിച്ചൂടെ? എന്തിനു വെറുതെ വല്ലവന്റെയും കഷത്തിനിടെ കൊണ്ട് തലവെച്ചു കൊടുക്കുന്നു? ഷെയ്ക്ക് കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഗ്ലാസ് ഉയർത്തി അതിനടിയിൽ ബാക്കി വല്ലതും കൂടി ഉണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അവളുടെ ആ പരിശോധന കണ്ട സൂര്യൻ ഊറിച്ചിരിച്ചു. ഗ്ലാസ് തിരികെ ടേബിളിലേക്ക് വെച്ചിട്ട് അവൾ ചോദിച്ചു, തനിക്കൊന്നും പറയാനില്ലേ? ഞാൻ അങ്ങനെ അധികം സംസാരിക്കാറില്ലെന്ന് തനിക്കറിയില്ലേ? പക്ഷെ മറ്റുള്ളവർ പറയുന്നത് കേട്ടിരിക്കാൻ എനിക്കിഷ്ടമാണ്. കൈകൾ ടേബിളിൽ കുത്തി മുന്നിലേക്കൊന്ന് ആഞ്ഞ് അവനെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു, ഇന്നത്തെ കാലത്ത് നമ്മളെ കേൾക്കാൻ ഒരാളെ കിട്ടുക എന്ന് പറയുന്നതും നല്ലൊരു കാര്യം തന്നെയാ. സത്യത്തില് ഞാൻ തന്നെ ഒന്ന് വിളിക്കാനിരുന്നതാ. വേറൊരു ചെറിയ പ്രശ്നം കൂടിയുണ്ട്. സപ്ലയർ കൊണ്ടുവന്നു വെച്ച ബില്ല് നോക്കി പേയ്മെന്റ് ചെയ്യുന്നതിനിടയിൽ സൂര്യൻ പറഞ്ഞു, നമ്മുടെ കല്യാണത്തിന്റെ അന്ന് വൈകുന്നേരം തന്നെ എനിക്കൊരു ട്രിപ്പ് ഉണ്ടെന്നേ. ബൈക്കേഴ്സിന്റെ വക ഒരു ക്യാമ്പ്. എവിടെ? അവൾ ഇടയ്ക്ക് കയറി ചോദിച്ചു. കോട്ടയത്തുള്ള ഇലവീഴ പൂഞ്ചിറയുടെ അടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്തേക്കാ. ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകുന്ന വഴി തന്നെയാണ്. ഉച്ചയ്ക്ക് ഇവിടെ നിന്നും തിരിക്കണം. രാത്രി അവിടെ ടെന്റ് അടിച്ച് ക്യാമ്പ് ചെയ്യും. അടുത്ത ഒരു ഓൾ ഇന്ത്യ ട്രിപ്പിനെ പറ്റിയുള്ള ഡിസ്കഷൻ അവിടെ വെച്ചാ നടക്കാൻ പോകുന്നത്. റിയലി? വാവ്, ബുള്ളറ്റിനാണോ പോകുന്നേ? യെസ്. അല്പം ഒന്ന് ആലോചിച്ചിട്ട് അവൾ ചോദിച്ചു, ഞാനും വന്നോട്ടെ? സീരിയസ്ലി? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. പിന്നെ എന്റെ ഫസ്റ്റ് നൈറ്റിനെ പറ്റി ഞാൻ തമാശ പറയോ? നമുക്ക് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഹൈ റേഞ്ചിലെ ടെന്റിനകത്ത് ആഘോഷിക്കാം. നല്ല ഐഡിയ അല്ലേ? അല്ല, ഈ ഫസ്റ്റ് നൈറ്റ് എന്നൊക്കെ പറയുമ്പോ... മുന്നിൽ ഇന്ന് തല ചൊറിയുന്നവനെ നോക്കി അവൾ കണ്ണുകൾ കുറിപ്പിച്ചു. ഫസ്റ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ മാത്രം മതി, കയറി മേയാൻ വരരുത്. കണ്ണു ചുരുക്കിയുള്ള അവന്റെ ചിരി അവൾ കൗതുകത്തോടെ നോക്കിയിരുന്നു. ഇറ്റ്സ് ഓക്കെ കാളി, ഇപ്പോഴാ ഒരു സമാധാനമായത്. വീട്ടുകാരോട് എന്തു പറയുമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. അപ്പോ വിവാഹം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് നമ്മൾ മലമുകളിൽ ആഘോഷിക്കുന്നു എന്ന് പറയാല്ലേ? പിന്നല്ലാതെ, ഒരു വെറൈറ്റി ആർക്കാ ഇഷ്ടമില്ലാത്തത്? ലുട്ടവാ, നമുക്ക് ഇറങ്ങാം. കാറിന്റെ കീ കയ്യിലെടുത്തുകൊണ്ട് അവൾ ചോദിച്ചു. ഓക്കെ, പോകാം പറഞ്ഞുകൊണ്ട് അവനും കസേരയിൽ നിന്നും എഴുന്നേറ്റു. വിവാഹ ദിവസം ഭാസ്കരീയം കൺവെൻഷൻ സെന്ററിലെ സ്റ്റേജിൽ വെളുത്ത ബാക്ക്ഗ്രൗണ്ടിൽ വെള്ളപ്പൂക്കൾ കൊണ്ട് കമനീയമായി അലങ്കരിച്ച വിവാഹ മണ്ഡപത്തിൽ സൂര്യദേവും ദാമിനിയും കൈകൾ കോർത്തു പിടിച്ചു നിന്നു. ഗോൾഡൻ കളറിൽ എംബ്രോയിഡറി ചെയ്ത സാരിയിൽ മനോഹരിയായി നിന്നു ദാമിനി. അവളുടെ കഴുത്തിൽ അണിഞ്ഞിരുന്ന ഡയമണ്ട് നെക്ലസിനു മീതെ സൂര്യൻ അണിയിച്ച താലി തിളങ്ങി. അതേ കളർ ഷെർവാണിയിൽ കണ്ണുകൾ ചിമ്മിച്ചിരിച്ചുകൊണ്ട് സൂര്യൻ അവളോട് ചേർന്നു നിന്നു. വധുവിന്റെയും വരന്റെയും ചേർച്ച കണ്ട് മുന്നിലിരുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും സന്തോഷത്തോടെ പരസ്പരം അടക്കം പറഞ്ഞു. ഏതാനും കുട്ടികൾ ആ തിരക്കുകൾക്കിടയിലൂടെ ഓടിക്കളിച്ചു നടക്കുന്നുണ്ടായിരുന്നു.
സദ്യ വിളമ്പിത്തുടങ്ങി എന്ന് ആരോ പറഞ്ഞത് കേട്ട് ചിലർ താഴെയുള്ള ഡൈനിങ് ഹാളിലേക്ക് പോകാൻ വേണ്ടി എഴുന്നേൽക്കുന്നുണ്ട്. മറ്റു ചിലർ സ്റ്റേജിന്റെ ഒരു വശത്തായി ഒരുക്കിയിരിക്കുന്ന ഭാഗത്ത് മനോഹരമായ മെലോഡിയസ് ഗാനങ്ങൾ ആലപിക്കുന്നവരുടെ പാട്ടുകൾ ആസ്വദിച്ചിരിക്കുകയാണ്. സ്റ്റേജിലേക്ക് കടന്നു വന്ന് പരിചയപ്പെടുന്നവരോടൊപ്പം ഫോട്ടോഗ്രാഫർമാർ പറയുന്ന പോസുകളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനിടയിലാണ് അവരെ നോക്കി ചിരിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് കയറി വരുന്ന ഷൈനിയെ ദാമി കണ്ടത്. വന്ന പാടെ ദാമിയെ കെട്ടിപ്പിടിച്ച ഷൈനിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവൾ സൂര്യനോട് ചോദിച്ചു, അറിയോ ഈ കക്ഷിയെ? അറിയുമോന്നോ? നമ്മുടെ കുളക്കോഴിയല്ലേ? ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ സൂര്യനെ നോക്കി ഷൈനി ചിറി കോട്ടി. ഓടലുട്ടെ, നീ വളർന്ന് മീശയും താടിയും ഒക്കെ വെച്ച് ചുള്ളനായൊന്നും ഞാൻ ഓർക്കില്ല. കേറി പ്രേമിച്ചു കളയും കേട്ടോ. അവളുടെ ഭീഷണി കേട്ട് സൂര്യനും ദാമിയും ചിരിച്ചു. നമ്മുടെ വിവാഹത്തിന്റെ കാര്യം അറിഞ്ഞപ്പോ ഇവൾ എന്നോട് പറഞ്ഞതെന്താണെന്ന് ലുട്ടേക്ക് അറിയാമോ? എന്നതാ? കൊട്ടേഷൻ കൊടുത്തിട്ടാണേലും ഈ കല്യാണം മുടക്കുമെന്ന്. പിന്നെ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് പറഞ്ഞപ്പോഴാ അവൾക്ക് സമാധാനമായത്. നിനക്ക് വേണ്ടി ഒരു ചൂണ്ട ശരിയാക്കിയിട്ടുണ്ടെന്നാ അവൾ എന്നോട് പറഞ്ഞത്. ദാമിയുടെ വാരൽ കേട്ട് ഷൈനി ചിരിച്ചു. അതെ, നിർത്തി അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാനങ്ങോട്ട് പോയിക്കോട്ടെ. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ഷൈനിയോട് സൂര്യൻ ചോദിച്ചു, ബാംഗ്ലൂരിൽ നിന്നും അപ്പൊ ഷൈനി മാത്രമേ വന്നുള്ളൂ? യെസ്, ഓഫീസിലൊരു പ്രൊജക്ടിന്റെ എൻഡിങ് വർക്ക് നടക്കുകയാണേ. സോ എവരിബഡി ഈസ് ബിസി. ദാമി, ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇറങ്ങാം കേട്ടോ. നിങ്ങൾ ഉച്ച കഴിഞ്ഞ് ഇലവീഴ പുഞ്ചറിയിലൊക്കെ മറ്റു തിരിക്കുകയല്ലേ. അപ്പോ വിഷ് യു ഹാപ്പി മാരിഡ് ലൈഫ് എന്ന് പറയുന്നില്ലെങ്കിലും ഓൾ ദി വെരി ബെസ്റ്റ് ഇരിക്കട്ടെ രണ്ടാൾക്കും. അവരെ രണ്ടാളെയും വിഷ് ചെയ്ത ശേഷം ഷൈനി താഴേക്ക് ഇറങ്ങി. അതിനു പിന്നാലെ സ്റ്റേജിലേക്ക് കയറി വന്നത് സൂര്യന്റെ കോളേജിലെ സഹപ്രവർത്തകരായിരുന്നു. എല്ലാവരെയും പരിചയപ്പെടുന്ന കൂട്ടത്തിൽ നിഷയുടെ കണ്ണുകളിൽ തെളിഞ്ഞു കണ്ട നഷ്ടബോധത്തിൽ ദാമിയുടെ മിഴികൾ ഉടക്കി. അതെ, ആ നിഷ എന്ന് പറഞ്ഞ കുട്ടിയായിട്ട് എങ്ങനെയാ? ഫോട്ടോ എടുത്തു കഴിഞ്ഞ് അവർ താഴേക്ക് ഇറങ്ങിയ ഉടനെ ദാമി അവനോട് ചോദിച്ചു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഷീസ് മൈ കൊളീഗ്, അല്ലാതെന്താ? അവൻ മിഴികൾ ഉയർത്തി അവളിലേക്ക് നോട്ടമെയ്തു. എന്നാലേ ആ കുട്ടിക്ക് നീ ഒരു കൊളീഗ് മാത്രമല്ല കേട്ടോ. പിന്നെ? ഫോട്ടോഗ്രാഫർമാരുടെ നേരെ നോക്കി ചിരിക്കുന്നതിനിടയിൽ മുട്ടുകൈകൊണ്ട് അവന്റെ പക്കിനൊന്ന് കുത്തിയിട്ട് അവൾ പറഞ്ഞു, ഷീ ലവ്സ് യു മാൻ. ഹൗ ഡു യു നോ ദാറ്റ്? ഒരിക്കലെങ്കിലും അവളുടെ കണ്ണുകളിലേക്ക് നോക്കിയിരുന്നെങ്കിൽ നിനക്കും മനസ്സിലായനിടപെട്ട. സീരിയസ്ലി? അവൻ അവളെ മിഴിച്ചു നോക്കി. എന്നെ നോക്കി വാ പൊളിച്ചു നിൽക്കാതെ ആ വായൊന്നടച്ചിട്ട് മുന്നോട്ട് നോക്കി ഇളിച്ചു നിൽക്ക്. ഇല്ലേ, ആൽബം കിട്ടുമ്പോ മോൻ എന്റെ സൈഡ് വ്യൂ കണ്ട് പേടിച്ചു നിൽക്കുകയാണെന്ന് വീട്ടുകാർ തെറ്റിദ്ധരിക്കും. അവൾ പറഞ്ഞത് കേട്ട് ചിരിച്ചുകൊണ്ട് അവൻ അവളോട് ചേർന്നു നിന്നു. പരസ്പരം തീരുമാനിച്ചുറപ്പിച്ചതിന് പ്രകാരം ബന്ധുക്കളുടെ കണ്ണിൽ പൊടിയിടാനായി ഒരു വിവാഹം. പക്ഷേ വിധി തീരുമാനിച്ചുറപ്പിച്ച പാതയിലെ വെറും കളിപ്പാവകൾ മാത്രമാണ് എല്ലാവരും എന്ന കാര്യം തിരിച്ചറിയാതെ സൂര്യനും ദാമിനിയും ആ കല്യാണ മണ്ഡപത്തിൽ ചിരിച്ചുകൊണ്ട് നിന്നു. അന്നുച്ചയ്ക്ക് 3 മണിയോടെ അവർ സൂര്യന്റെ റോയൽ എൻഫീൽഡ് ഹിമാലയനിൽ യാത്ര തിരിച്ചു. നിലയുടെയും ധനുഷിന്റെയും പണിയായിട്ട് ബുള്ളറ്റിനു പുറകിൽ ജസ്റ്റ് മാരീഡ് എന്നൊരു ബോർഡും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കാൻ സ്യൂട്ട് റൂം എടുത്തു തരാമെന്ന് പറഞ്ഞിട്ടും അത് വേണ്ട, ഞങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് മലമുകളിൽ ആഘോഷിച്ചോളാം എന്നും പറഞ്ഞ് രണ്ടും കൂടി പാറപ്പുറത്ത് അള്ളിപ്പിടിച്ചിരിക്കുന്ന അണ്ണാന്മാരെ പോലെ ബുള്ളറ്റിന്റെ പുറത്തു കയറി പോകുന്നത് കണ്ട പാർവതിയമ്മ നെടുവീർപ്പിട്ടുകൊണ്ട് നെഞ്ചിൽ കൈവച്ചു. ടൗണിൽ അവരെയും കാത്ത് കൊച്ചിൻ ബൈക്കേഴ്സ് ക്ലബിലെ കുറച്ചുപേർ നിൽക്കുന്നുണ്ടായിരുന്നു. മൊത്തം 10 ബുള്ളറ്റുകൾ. ഓരോ ബുള്ളറ്റിലും 2 പേര് വെച്ച് 20 പേർ. അതിൽ ദാമി ഉൾപ്പെടെ 6 പെൺകുട്ടികൾ, ബാക്കി ആണുങ്ങളും. അടുത്തു വന്ന് പരിചയപ്പെട്ടവരെല്ലാം നോക്കി ദാമി ഇളിച്ചു കാണിച്ചെങ്കിലും അവരുടെ പേരുകളൊക്കെ അവൾ അപ്പോഴേ മറന്നു. എങ്കിലും പെൺകുട്ടികളുടെ പേരുകൾ അവൾ ഓർത്തുവെച്ചു. ദിയ, മരിയ, ദക്ഷ, സ്റ്റെല്ല ആൻഡ് രമ്യ. ഹൈറേഞ്ചിലൂടെ ബുള്ളറ്റിലൊരു യാത്ര എന്ന തന്റെ സ്വപ്നം വിവാഹ ദിവസം തന്നെ യാഥാർത്ഥ്യമായതിന്റെ ആഹ്ലാദത്തിലായിരുന്നു ദാമി. മൂലമറ്റം മെയിൻ റോഡ് വഴി ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകാമെങ്കിലും അവർ തിരഞ്ഞെടുത്തത് പ്രകൃതിരമണീയമായ കാഞ്ഞാർ പുള്ളിക്കാനം റൂട്ടായിരുന്നു. ചുറ്റിനും മരങ്ങൾ നിറഞ്ഞ കാടിനകത്തുകൂടിയുള്ള ഒരു യാത്ര പോലെ തോന്നി ആ യാത്ര ദാമിക്ക്. തണുപ്പിന്റെ സൂചിമുനകൾ കോട്ടിനെയും തുളച്ച് ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നുണ്ട്. ഒരു പെരുമ്പാമ്പിനെ പോലെ
വളഞ്ഞു പുളഞ്ഞ് മുകളിലേക്ക് പോകുന്ന ആ കയറ്റത്തിനിടയിൽ ചെറിയൊരു കട കണ്ട് അവർ ബുള്ളറ്റുകൾ ഒതുക്കി നിർത്തി. അവിടെ നിന്നും കിട്ടിയ ആവി പറക്കുന്ന കട്ടൻ ചായക്ക് മുമ്പെങ്ങും തോന്നാത്തൊരു രുചി. അതോടൊപ്പം ചൂടുള്ള പരിപ്പുവടയും. മിണ്ടാപ്പൂച്ചയാണെങ്കിലും പെമ്പിള്ളേര് മുഴുവൻ നിന്റെ പുറകെയാണല്ലോ ഡല്ലുട്ടെ. കട്ടൻ ചായ ഊതി കുടിക്കുന്നതിനിടയിൽ ദാമി പറഞ്ഞത് കേട്ട് സൂര്യൻ കണ്ണുകൾ മിഴിച്ചു. യോ, ആ കുഞ്ഞിക്കണ്ണിങ്ങനെ തുറിച്ചു പിടിക്കല്ലേ, അത് പൊട്ടിപ്പോകും. ഞാൻ ആ നിഷയുടെ കാര്യം ചോദിച്ചതാ. നീ അത് ഇതുവരെ വിട്ടില്ലേ പെണ്ണെ? എന്താന്നറിയില്ല, ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ എനിക്ക് പണ്ടേ ഭയങ്കര ഉത്സാഹമാണെന്നേ. ഇളിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു. കൊള്ളാം, ആക്ഷനും വർക്കും കണ്ട എന്നാ ബിൽഡപ്പാ, പക്ഷെ ഉള്ളിൽ വെറും പൈകിളി. അത് പിന്നെ പലപ്പോഴും മസില് പിടിച്ചൊക്കെ നിൽക്കുമെങ്കിലും ഉള്ളിന്റെ ഉള്ളില് നമ്മളെല്ലാം വെറും പൈകിളികളല്ലല്ലോട്ടെ. ചൂടുള്ള പരിപ്പുവടയുടെ അവസാന ഭാഗവും വായിലേക്ക് കടിച്ചെടുത്തിട്ട് അവൾ പറഞ്ഞു. അതിനു മറുപടി പറയാതെ അവളെ നോക്കി ചിരിക്കുക മാത്രമാണ് അവൻ ചെയ്തത്. ആ കൊച്ചിനെ തന്നോടങ്ങനെ അടുപ്പം തോന്നാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണം ഉണ്ടായിട്ടുണ്ടോ? എണ്ണ പറ്റിയ കൈകൾ ടിഷ്യൂ പേപ്പറിൽ തുടച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഏയ്, ഞാനാണെ അതിന്റെ മുഖത്തോട്ടൊന്ന് ശരിക്കും നോക്കിയിട്ട് പോലുമില്ല. ആ, പിന്നൊരു കാര്യം ഉണ്ടായിട്ടുണ്ട്. പരിപ്പുവടയുടെ ഒരു കഷ്ണം കൂടി കടിച്ചെടുത്ത് വായിലിട്ട് ചവച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എന്നതാത്? ഒരിക്കൽ കോളേജ് ഡേ സെലിബ്രേഷൻ നടക്കുന്നതിനിടയിൽ കോളേജിലെ ഫിസിക്കൽ ട്രെയിനർ നിഷയോട് അപമര്യാദയായിട്ട് പെരുമാറി. അത് കണ്ടുവന്ന ഞാൻ അയാൾക്കിട്ടൊന്ന് പൊട്ടിക്കുകയും ചെയ്തു. അപ്പൊ നീ ആളുകളെ തല്ലുകയൊക്കെ ചെയ്യോ? കൊള്ളാലോ. അന്ന് എന്താ പറ്റിയെന്ന് സത്യത്തിൽ എനിക്കും അറിയില്ല. ആ കൊച്ചിന്റെ കരച്ചിൽ കണ്ടപ്പോ അറിയാൻ തല്ലിപ്പോയതാണെന്നേ. അയാൾ ആൾക്കാരെയും കൂട്ടിക്കൊണ്ട് തിരിച്ചു തല്ലുപോയെന്നോർത്ത് കുറച്ചു ദിവസം ഞാനൊന്ന് പേടിക്കുകയും ചെയ്തു. ചെറിയൊരു ചമ്മലോടെ അവൻ പറയുന്നത് കേട്ട് അവൾക്ക് ചിരി പൊട്ടി. നായകൻ. എന്തായാലും ആ തല്ലിലാണ് മോനെ അവള് മൂക്കും കുത്തി വീണത്. ഏയ്, നീ പറയുന്നത് പോലെ ഒന്നുമില്ല കാളി. ആ കൊച്ചിന്റെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു. അടുത്ത മാസം അതിന്റെ കല്യാണമാണ്. എന്നാലേ നമ്മുടെ കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞ കാര്യം അറിഞ്ഞതിന് ശേഷമായിരിക്കും അതിന്റെ കല്യാണം നിശ്ചയിച്ചിട്ടുണ്ടാവുക. സംശയമുണ്ട്, നീ ഒന്ന് അന്വേഷിച്ചു നോക്കിക്കോ. ചായ കുടിച്ച ഗ്ലാസുകൾ തിരികെ നൽകുന്നതിനിടയിൽ അവൾ പറഞ്ഞു. അത് ശരിയാ, കഴിഞ്ഞ മാസമാ വിവാഹം നിശ്ചയിച്ച കാര്യം ആ കുട്ടി പറഞ്ഞത്. അല്പമൊന്ന് ആലോചിച്ചിട്ട് അവൻ മറുപടിയും പറഞ്ഞു. എല്ലാവരും ബുള്ളറ്റുകളിലേക്ക് കയറുന്നത് കണ്ട് അവൾ പറഞ്ഞു. മലനിരകളെ തണുപ്പിച്ചുകൊണ്ട് വീശുന്ന കാറ്റിനെയും വഴിയിൽ പരന്നു തുടങ്ങിയ കോടമഞ്ഞിനെയും കീറി മുറിച്ചുകൊണ്ട് ആ ബുള്ളറ്റുകൾ ഇലവീഴ പുഞ്ചിറയിലേക്കുള്ള വഴിയെ നീങ്ങി. ചുറ്റിനും നിന്ന് ആക്രമിക്കുന്ന തണുപ്പിനെ പ്രതിരോധിക്കാൻ കൈകൾ കൊണ്ടവനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൾ അവന്റെ പുറത്തേക്ക് ഇഴുകി ചേർന്നിരുന്നു. തുടരും. കാന്താരിക്കൊരു കല്യാണം അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. കഥ കേൾക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ. അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുത്തും ലൈക്കുകൾ നൽകിയും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ.